അപ്പോൾ നമ്മളടുത്ത് ഫൈബർ ഗ്ലാസ് മെറ്റീരിയലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളാണ് അതിൻ്റെ റെസിൻ, പിന്നെ അതിൻ്റെ ഹാർഡനർ, ചോക്ക് പൗഡർ, പിന്നെ ഫൈബർ മാറ്റ്, പിന്നെ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ റെസിൻ ഒഴിച്ച് അതിൽ കുറച്ച് ഈ നീല കളർ ചേർക്കണം. ചോക്ക് പൗഡർ നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മൾ ചോക്ക് പൗഡർ ഇട്ട് വേണം ആദ്യം മാറ്റിൻ്റെ പുറത്തടിക്കാൻ. അതൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം. നമുക്ക് ആവശ്യത്തിന് കട്ടിയാക്കണം. അത് കഴിഞ്ഞ് ഈ നീല ഒരടപ്പ് കുറച്ച് ഒഴിച്ചാൽ മതി. അതുകൂടെ ഒഴിച്ച് ഈ റെസിൻ പെട്ടെന്ന് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യണത്. അത് മിക്സ് ചെയ്തിട്ട് നമ്മളെടുത്ത് ഹാർഡനർ ഒഴിച്ച് വേണം ഇത് അടിക്കുക. അപ്പോൾ ഹാർഡനർ ഇതിലൂടെ ഡയറക്റ്റ് ഒഴിക്കാതെ ഇതിനെ കുറച്ചായിട്ട് ഒഴിച്ച് വേണം അടിക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ കറക്റ്റ് അളവിന് മാറ്റ് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് ഫൈബർ മാറ്റ്. നമ്മളിപ്പം ചെയ്ത് കാണിക്കുന്നതിൻ്റെ പുറം മാത്രമാണ്. ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ അകവും ചെയ്യേണ്ടത്. നമ്മൾ പുറത്തിന് ആവശ്യമായ ഫുൾ ഫൈബർ മാറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് അളവിൽ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് അതിൻ്റെ ടിന്നർ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് ഡയറക്റ്റ് ഇതിലോട്ട് നമ്മൾ ഒരിക്കലും ഇത് ഒഴിക്കാൻ പാടില്ല. അതിൻ്റെ ഹാർഡനർ ഇതേപോലെ കുറച്ച് ഒഴിച്ചിട്ട് വേണം അടിക്കാൻ. നമുക്കൊരു 2, 3, 4 തുള്ളി മാത്രം ഒഴിച്ചാൽ മതി അതിലോട്ട്. പിന്നെ ഇത് ഒഴിച്ച ഉടനെ തന്നെ പെട്ടെന്ന് അടിച്ചു തുടങ്ങണം. വെച്ചിരിക്കാൻ പാടില്ല. ഇതിൽ 2-3 സെക്കൻഡിനകം തന്നെ ഇത് പെട്ടെന്ന് കട്ടിയായി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാനൊന്നും പാടില്ല. ഇത് മിക്സ് ചെയ്ത ഉടനെ തന്നെയാണ് ഇത് അടിക്കുന്നത്. അതിനാണ് നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് ഒഴിച്ചെടുത്തത്. എന്നിട്ട് നമ്മൾ ബേസ് ബോർഡ് വെട്ടിൻ്റെ പുറത്ത് ആദ്യം അടിക്കണം. ഇതേപോലെ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ഫുള്ള് ഇതേപോലെ അടിക്കണം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ പുറത്തടുത്ത് ഷീറ്റ് വെച്ച് നമ്മൾ ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്താണ് വേണ്ട ഫൈബർ ഗ്ലാസ് ഒന്നുകൂടെ ചെയ്യുന്നത്. ഫ്രണ്ട് വശവും ഇതുപോലെ അടിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഹാർഡനർ ചേർക്കുന്നതനുസരിച്ച് ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായിക്കൊണ്ടിരിക്കും. നമ്മൾ നല്ലൊരു പ്ലാസ്റ്റിക്കിനെ കട്ടിയുള്ള നല്ലൊരു ക്വാളിറ്റി കിട്ടും. ഇത് വെച്ചാണ് മറ്റേ ഇതൊക്കെ ചെയ്യുന്നത്, ബോട്ടിൻ്റെ ഭാഗങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ ഫൈബർ മാറ്റ് അതിൻ്റെ പുറത്ത് കറക്റ്റ് അളവിന് നമ്മൾ മുറിച്ചെടുത്താണ് അതിൻ്റെ പുറത്ത് വെച്ച് ഒട്ടിച്ച് നല്ല ലെവലാക്കി എടുക്കണം. നമ്മളെവിടെയൊക്കെ റെസിൻ തേച്ച് അതെല്ലായിടത്തും നമ്മൾ ഒട്ടിക്കണം. ഫൈബർ ഗ്ലാസ്, ഫൈബർ ഷീറ്റ്. ഇതിൽ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചെറിയ പീസുകളായിട്ട് മുറിച്ച് ആയിരുന്നാലും ചെയ്യാം. ജോയിൻ്റ് ഒരിക്കലും വീഴില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഗുണം. നമ്മൾ ബാക്കി വന്നതിനെ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് നമ്മൾ ബ്രഷ് വെച്ച് ഇതേപോലെ അതിൽ നല്ലപോലെ അതിൽ മിക്സാക്കി അടിച്ച് ചേർക്കണം. നമ്മൾ പുറത്ത് ആ ബ്രഷ് വെച്ച്
കുത്തി കൊടുക്കുമ്പോൾ തന്നെ എല്ലായിടത്തും ഫില്ലായി വരും അത്. ഇത് കുറച്ച് പാടാണ്, നല്ല സ്മെല്ലുമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇത് ഉപയോഗിക്കുമ്പോഴും കയ്യിൽ ഗ്ലൗസ് ഇട്ടും മാസ്ക് വെച്ച് വേണം നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ. ഇത് പിന്നെ ബ്രഷ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ ബ്രഷ് വെച്ച് അടിക്കുകയല്ല, അതിൻ്റെ ആ തുമ്പ് ഭാഗം വെച്ച് നല്ലപോലെ കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ബ്രഷ് വെച്ച് അടിക്കുന്ന സമയത്ത് ആ ഫൈബർ മാറ്റ് അവിടെ നിന്ന് തിരിച്ചിളകി വരും. നമ്മൾ ഇതേപോലെ എല്ലായിടത്തും കുത്തി കൊടുക്കാനാണ് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ നമ്മൾ ആക്കുകയും ചെയ്യണം. അകത്ത് നമ്മൾ പീസായിട്ട് ഒറ്റ ചെയ്താലും മതി. ഇനി അത് ചെയ്തപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡ് ചെയ്തിട്ട് ഒരു ദിവസം ഉണങ്ങാൻ വയ്ക്കണം. അതിൻ്റെ പിറ്റേ ദിവസം വേണം അകത്ത് സൈഡ് ചെയ്യാൻ. ഇതുവഴി ഒരിക്കലും വെള്ളം ലീക്കാവുകയില്ല, വെള്ളം അകത്തോട്ട് കയറുകയില്ല. നല്ല രീതിക്ക് 3 സൈഡ് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അകവും പുറവുമെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അകം മൊത്തം ചെയ്ത് ഒരു ദിവസം ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ മേളിൽ റൂഫ് പോലെ ചെയ്ത് വെച്ചിരുന്നത്. ഇതെല്ലാം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലുക്ക്. ഫൈബർ ഗ്ലാസ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. നമ്മളിനി അടുത്തതൊരു പെയിൻറ്റിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു പെയിൻറ്റ് നമ്മളെ കയ്യിലുണ്ടായിരുന്നു, കുറച്ച് കുറച്ച് ബ്രൗൺ പെയിൻ്റാണ് നമുക്ക് കിട്ടിയത്. ആ ബ്രൗൺ പെയിൻറ്റ് ഇതിൻ്റെ വെളിഭാഗത്ത് ഫുള്ള് മുകളിലും താഴെ അടിവശത്തൊക്കെ നമ്മൾ അടിക്കേണ്ടതാണ്. അതിന് കുറച്ചുകൂടെ ഒരു ഭംഗി വരും. പെയിൻറ്റ് നമ്മൾ സാധാ ചെയ്യും പോലെ ചെയ്താൽ ഇത് ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ട വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഭാഗം ഒഴിച്ച് ബാക്കി വെളി സൈഡ് ഫുള്ള് നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്ത് കംപ്ലീറ്റ് ആക്കണം. നമ്മളിപ്പം ചെയ്യുന്ന ടാങ്കാണെങ്കിൽ 5 ഞണ്ടിനെ വരെ ഇതിൻ്റെ അകത്ത് നമുക്കിട്ട് വളർത്താവുന്നതാണ്. 5 ടാങ്കാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ചെയ്തിരിക്കുന്നത്. വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി ടെസ്റ്റൊക്കെ ചെയ്ത് വെള്ളം ചോർച്ചയൊന്നുമില്ല ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് വെളി ഭാഗം ഫുള്ള്. അപ്പോൾ ഇതാണ് നമ്മളത് പെയിൻറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ലൈക്ക് ചെയ്യുക.